ഈ വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പാനീയമായിട്ട് പറയുന്നത് മലർവെള്ളമാണ്. മലർവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വെള്ളം അതിൽ മലർ പൊടിച്ച് മിക്സ് ചെയ്യും, അപ്പം തന്നെ കൽക്കണ്ടവും പൊടിച്ച് മിക്സ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഉണക്കമുന്തിരിയും ഈന്തപ്പഴവും ചതച്ചിട്ടുണ്ടാക്കുന്ന ഒരു പാനീയമാണ്. അത് ഈ വേനൽക്കാലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു പാനീയമാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നീട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സംഭാരം. സംഭാരം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കടകളിൽ കിട്ടുന്ന നോക്കിക്കഴിഞ്ഞാൽ അത് സംഭാരമല്ല. ഈ തൈര് മിക്സിയിലിട്ട് അടിച്ച് അതിൽ വെള്ളം ചേർത്ത് ഉണ്ടാക്കിയാണ് ഇപ്പോൾ നമുക്ക് സംഭാരമാണെന്ന് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ സംഭാരമല്ല. തൈര് കടഞ്ഞെടുത്ത് അതിൻ്റെ വെണ്ണ മാറ്റിയതിന് ശേഷം ഉണ്ടാകുന്നതാണ് മോര്. ആ മോരിൽ വെള്ളം ഒഴിച്ച് അല്പം ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ് ശരിക്കും സംഭാരം. അപ്പോൾ അങ്ങനെയുള്ള സംഭാരം ശരിക്കും ഈ സമയത്ത് ഏറ്റവും നല്ലൊരു പാനീയമാണ്. കാരണം ഈ പാലിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ധാതു ലവണങ്ങളും ഈ മോരിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ദഹനത്തിന് ഒരല്പം പ്രയാസം ഉണ്ടാക്കുന്ന ഈ കട്ടിയുള്ള പദാർത്ഥമായിട്ടുള്ള വെണ്ണ മാറുന്നതോടുകൂടി തന്നെ വളരെ ലൈറ്റാവും, ലഘുവാവും എന്നുള്ളതാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ്. ഒപ്പം തന്നെ ഇതൊരു പ്രോബയോട്ടിക് കൂടിയാണ്. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിലുള്ള നല്ല ബാക്ടീരിയ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭാരത്തിൻ്റെ ഉപയോഗം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. പിന്നെ ജ്യൂസുകൾ ധാരാളം ഉപയോഗിക്കാം. സാധാരണ വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമുക്കങ്ങനെ ശരീരത്തിന് ഒരല്പം പുകച്ചിലുണ്ട്, ചുടിച്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നറുനീണ്ടിയോ അല്ലെങ്കിൽ കൊത്തമല്ലി അല്ലെങ്കിൽ ജാതിപത്രി ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ജാതിപത്രി ഇട്ട് തിളപ്പിച്ച് ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ നിങ്ങളുടെ വേർപ്പ് നാറ്റത്തെ നിയന്ത്രിക്കാൻ കൂടി സഹായിക്കും.